ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഗപ്പെ ബൈബിൾ ഓൺലൈൻ കോഴ്സിന്റെ 2ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവവചനം പഠിക്കുവാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പല ടൈം സോണിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾ ദൈവവചനത്തോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ആദരവിനും നന്ദിയുണ്ട്. ദൈവം ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ബൈബിൾ വായിക്കുവാൻ ഇന്നലെ എല്ലാവർക്കും വായിക്കുവാൻ സന്തോഷമാണ്. അങ്ങനെ പലരും ഒരുമിച്ച് വായിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അതിന് ഒരു ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേര് പറയപ്പെട്ടവർ മാത്രം വായിക്കുവാൻ ശ്രമിക്കുക. ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്നവരുടെ അറിവിലേക്കാണ് അത് പറയുന്നത്. അത് ഞങ്ങൾ നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്നവർ അത് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി പ്രിയ സിസ്റ്റർ സുജ രാജു വായിക്കും, 2ാമത് മിനി ജോർജ് വായിക്കും, 3ാമത് ബ്രദർ കിരൺ വായിക്കും, 4ാമത് അക്സ ഡാനിഷ് വായിക്കും. വീണ്ടും വാക്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും അത് കറങ്ങി റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു വർഗീസ് പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ. പാസ്റ്റർ സാബു വർഗീസ്, പ്ലീസ്. പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ വചന പഠനത്തോടനുബന്ധമായിക്കൊണ്ട് 2ാം ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നല്ലോ. അവിടുത്തെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. കർത്താവെ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഈ കോഴ്സിലേക്ക് അവിടുന്ന് പഠിക്കുവാൻ കോണമടിയായത് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന, അതിന് മുഖാന്തരം ഒരുക്കിയിരിക്കുന്ന അഗപ്പെ ബൈബിൾ കോളേജിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിൽ കടന്നു വന്ന് പഠിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരും കർത്തദാസിമാരും കർത്താവെ, തിരുവചനം നന്നായി മനസ്സിലാക്കി അങ്ങയുടെ നാമത്തിന് മഹത്വമാകുവാനും അങ്ങയുടെ വേലയില് മഹത്വമേറിയ വേല ചെയ്യുവാൻ തക്കോണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങയുടെ മാറ്റമില്ലാത്ത ദൈവവചനം പഠിച്ച് ഞങ്ങൾ കർത്താവെ അത് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ളവരായി അറിവുള്ളവരായി തീരുവാൻ തക്കോണം ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമേറിയാകിയാൽ ആ കർത്താവെ അത് ഞങ്ങൾ പഠിച്ച് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ തക്കോണം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവദാസനെ സാറിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സാറ് പറയുന്നത് മുഖാന്തരം ഞങ്ങളത് നന്നായി ഗ്രഹിച്ച് അത് മനസ്സിലാക്കാൻ തക്കോണം ഇടയാക്കണം. അതിനായി പരിശുദ്ധാത്മാവിന്റെ സഹായം കൊടുക്കുന്നുണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഇരിക്കുന്ന കർത്താവെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് യാതൊരുമായ തകരാറുകളൊന്നും വരാതെ വണ്ണം അവിടുന്ന് ക്ലാസിന്റെ അവസാനം വരായിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. നിങ്ങൾ ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ അവശബ്ദങ്ങളൊക്കെ പലരുടെയും കേൾക്കുന്നുണ്ട്. നിങ്ങൾ മേക്ക് ഷുവർ നിങ്ങളുടെ ആ ലെഫ്റ്റ് സൈഡിലുള്ള മൈക്രോഫോൺ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം, പ്രിയ ദൈവമക്കൾ. അതുപോലെ ബൈബിൾ വായിക്കേണ്ട സമയത്ത് അത് മ്യൂട്ട് ചെയ്യണം. ബൈബിൾ വായിക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്യുക, പിന്നീട് പെട്ടെന്ന് തന്നെ അത് മ്യൂട്ട് ചെയ്യാവുന്നതാണ്. അഡ്മിന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക, പല സ്ഥലങ്ങളും സൗണ്ട് വരുന്നുണ്ട്, പ്ലീസ്. പിന്നെ കർത്താവിന്റെ ദാസൻ ഇന്ന് വൈകിട്ട് നമ്മൾ 2ാമത്തെ ദിവസത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ആണ്. അദ്ദേഹത്തെ പറ്റി നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. വളരെ ദീർഘവർഷമായി അഗാപ്പെ ഡാളസ് ചർച്ചിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദ അധ്യാപകനാണ്. അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി തന്റെ ആദ്യ ക്ലാസ്സിനായിട്ട് നമുക്ക് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ്, പ്ലീസ്, ഫ്രം ഡാളസ്. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ 10:30 അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറയുന്നത്. നിങ്ങള് ടൈം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വ്യാഖ്യാനിച്ചെടുത്തോളാം.
നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ കർത്താവ് സാവകാശം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മലയാളത്തില് ചുരുക്കമായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുള്ളൂ. ഇംഗ്ലീഷാണ് എൻ്റെ വേദ പഠനം മുഴുവനും നടത്തിയിരുന്നതും എൻ്റെ ചിന്തിക്കുന്നതും. ഞാൻ ഏകദേശം 1971 മുതൽ ഇവിടെ അമേരിക്കയിൽ താമസിക്കുന്നതാണ്. പഠിപ്പിക്കുന്ന വേളയിൽ പേഴ്സണലായിട്ട് ഞാൻ തന്നെ ഭാഷാന്തരം ചെയ്യുന്നുണ്ട്. ചിലത് ഞാൻ ഗൂഗിളിലും മറ്റും നോക്കി അർത്ഥമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അഥവാ ഇംഗ്ലീഷ് വാക്കുകൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം എന്നോട് ക്ഷമിക്കണം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനത്തെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഞാൻ വളരെ സുവിശേഷീകരണത്തിന് വേണ്ടി, ഇവാഞ്ചലിസത്തിന് വേണ്ടി വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഫിലിപ്പീൻസിൽ പോയി മിഷൻ പ്രവർത്തനത്തിന് പോയതിനു ശേഷം 2 ആഴ്ച അവിടെ പോയതിനു ശേഷം തിരിച്ചു വന്നേ ഉള്ളൂ. ഇത് 9ാമത്തെ പ്രാവശ്യമാണ് അവിടെ പോകുന്നത്. 1972 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് അവിടെ ഒരു ഇവാഞ്ചലിസം ക്ലബ്ബ് എന്ന് പറയുന്നതായ ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നത് എങ്ങനെ. അപ്പൊ ഞാൻ അതിനുവേണ്ടി, എനിക്കറിയത്തില്ല എന്താ ചെയ്യുന്നതെന്ന്, ഭാഷ അത്ര വലിയ മെച്ചമൊന്നും അല്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ വേറൊരു സ്റ്റുഡൻറ്റിന്റെ കൂടെ ഒരു സ്പാനിഷ് ഉള്ളതായ ഒരു ഫാമിലിയുടെ വീടിന്റെ മുറ്റത്ത് അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായി. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ രക്ഷയിലേക്ക് നയിക്കുകയാണ്, കൂടെ പ്രാർത്ഥിച്ച് ആ തീരുമാനം എടുക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് വന്നതായ ആ ഒരു അനുഭവം ഉണ്ടായതായ വേളയിൽ എൻ്റെ ജീവിതം പിന്നീട് സുവിശേഷീകരണത്തിന് വേണ്ടി സമയം ചെലവഴിക്കണമെന്നും അതിനുവേണ്ടി സമയവും അധ്വാനിക്കണമെന്ന് താല്പര്യമുണ്ടായി. അങ്ങനെ അനേകരെടുക്കൽ. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതായ വളരെ ഒരു 10,000-10,000 പേർ കൂടെ അധികമായിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കണം, പ്രാർത്ഥിക്കുവാൻ തക്കണം ഉള്ള സാവകാശം ഉണ്ടാക്കി. ഇത് മാസ് ക്രൂസൈഡ് അല്ല, പേഴ്സണൽ ഇവാഞ്ചലിസം മുഖാന്തരമാണ്. ഇന്ന് അഗാപ്പെ ബൈബിൾ കോളേജിലെ ഓൺലൈൻ വേദപഠന സംവിധാനത്തിന് സാവകാശം ഒരുക്കിയ നമ്മുടെ സർവ്വദയാലുവായ ദൈവത്തിന് ഞാൻ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന പാസ്റ്റർ ഷാജി കെ ഡാനിയലിനെയും ഇതിന്റെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബ് എന്നിത്യാദി ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരെയും അഭിഷിക്തന്മാരായ സഹ അധ്യാപകർക്കും ഈ പഠനത്തിനായി ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഞാൻ ഈ ക്ലാസുകൾ മുഖാന്തരം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ചേർന്നിരിക്കുന്നതായ എല്ലാ വ്യക്തികളും, ചിലരെന്നല്ല എല്ലാവരും, ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒരാളെങ്കിലും കർത്താവിലേക്ക് നയിക്കുവാൻ തക്കണിടയാകണം. അതില്ല എങ്കിൽ എൻ്റെ ഈ ക്ലാസ് സക്സസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഈ സുവിശേഷീകരണത്തിന് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കണം. 2, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, എത്ര പേർക്ക് സുവിശേഷം പറയണമെന്ന്. മാനസാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് ഒക്കത്തില്ല, കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തോടുകൂടി ഈ ദൗത്യം, നമ്മുടെ താല്പര്യം അത് സാധിപ്പിക്കുവാൻ കൊണ്ടേയാകും. ഇതിന് വലിയ ലാംഗ്വേജും ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ താല്പര്യമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമാണ്. ആ താല്പര്യവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ഒരുമിച്ച് ഉണ്ടാകുന്ന വേളയിൽ നിങ്ങൾക്കും ചിലരെ കർത്താവിലേക്ക് നയിക്കുവാൻ കൊണ്ടേയാകും. നിങ്ങൾ ഒരാളെങ്കിലും നയിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് അടുത്ത ആളെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കണം കുറെ കൂടെ താല്പര്യം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ദൗത്യം മുഖാന്തരം, നിങ്ങളുടെ തീരുമാന മുഖാന്തരം, നിങ്ങളുടെ താല്പര്യ മുഖാന്തരം ഒരാളെ കർത്താവിലേക്ക് നയിക്കുക എന്ന് പറയുന്ന വലിയ സന്തോഷമുള്ളതായ സംഗതിയാണ്. നമുക്കതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റി, അതിനുവേണ്ടി സാവകാശം മനഃപൂർവ്വമായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്.
ഞാൻ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്ലെയിനിൽ യാത്ര ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷത്തിന് മുമ്പ് ഫിലിപ്പീൻസിൽ പോയതായ വേളയിൽ 1.5 മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചു പോയി, കർത്താവ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആളെ കർത്താവിലേക്ക് നയിക്കുവാൻ ഇടയാകണം. നോക്കിയ സന്ദർഭത്തിൽ ഒരു സ്ത്രീയാണ്, ചെറുപ്പക്കാരി ഒരു സ്ത്രീയാണ്. അവൾക്ക് കോൺവെർസേഷൻ തുടങ്ങിയ ഒരു മുസ്ലിം സ്ത്രീയാണ്. അവൾ പറഞ്ഞതിന് വേണ്ടി എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ സംസാരിച്ചെങ്കിലൊക്കെ തുടങ്ങുള്ളൂ. പിന്നീട് വീണ്ടും കോൺവെർസേഷൻ തുടങ്ങി. ആ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് അവള് കൂടെ പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്ഷകനായി സ്വീകരിക്കാൻ തക്കടയായി. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ടാക്സിക്കാരനാണെങ്കിലും അല്ലാത്ത വ്യക്തിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഞാൻ സുവിശേഷം പറയും. സുവിശേഷം പറയുന്നത് കർത്താവിനെ കുറിച്ച് മാത്രം പറയുക അങ്ങ് വിടുക എന്നുള്ളതല്ല, ആ ആളിനെ രക്ഷയിലേക്ക് നയിക്കണം എന്നുള്ളതായ ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം. ആ ദൗത്യത്തോടുകൂടി പോകണം. എന്താണ് ഇവാഞ്ചലിസം അഥവാ സുവിശേഷീകരണം എന്നുള്ളത്? സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം അവിശ്വാസിയായ ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരിക്കണം. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് നമ്മൾ യേശുവിൽ കൂടെ ഉള്ളതായ രക്ഷ ഉണ്ട് എന്ന് അനൗൺസ് ചെയ്യുക, വിളംബരം ചെയ്യുക എന്ന് മാത്രമുള്ളതല്ല. ആ വിളംബരം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വ്യക്തി കർത്താവിലേക്ക് കടന്നു വരണം. അതിന്റെ രണ്ടാമത്തെ പ്രോസസ്സാണ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസൈപ്പിൾ മേക്കിംഗ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഒന്ന്, പ്രധാനമായിട്ട് അവിശ്വാസികളായിട്ടുള്ള ആളുകളെ കർത്താവിലേക്ക് നയിക്കുക എന്നുള്ളത്. രണ്ട്, ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളെ ആ വിശ്വാസത്തിൽ നിലനിർത്തുക. ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്. അത് ഈ 6 മാസം കൊണ്ട് എങ്ങനെ സാധിച്ചു കിട്ടുമെന്നുള്ളത് ഞാൻ കർത്താവിൽ മാത്രം ശരണം പ്രാപിക്കുന്നു. ഇപ്പൊ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാല് is the process of guiding and mentoring believers in their growth as followers of Christ. രക്ഷയിലേക്ക് വന്നിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ടതായ അവരെ ഗൈഡ് ചെയ്യുക, മെന്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട താല്പര്യങ്ങൾ കൊടുക്കുക, അവരെ കർത്താവിൽ പക്വത പ്രാപിക്കുവാൻ തക്കവണ്ണം അവരെ ഉത്സാഹിപ്പിക്കുക, അതിനുവേണ്ടിയുള്ളതായ ക്രമീകരണം ചെയ്യുക. ആദ്യമായിട്ടൊരു രണ്ട് വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. യോഹന്നാൻ 8-ന്റെ 31-32 വാക്യങ്ങൾ സിസ്റ്റർ സുജ വായിച്ചാട്ട്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. 31-32 വാക്യങ്ങൾ മാത്രം മതി. അപ്പോ 31-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു സംസാരിക്കുന്ന വേളയിൽ ചില ആളുകൾ യേശുവിൽ വിശ്വസിച്ചു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് വേണം പറയാം. അവരോട് പറയുന്നു, 32-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കണം. എന്റെ വചനത്തിൽ എബൈഡ് ഇൻ മൈ വേർഡ്, വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ 32-ാമത്തെ വാക്യത്തിൽ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന് പറയുന്നത് അത് സന്ദർഭം വിട്ടുള്ളതായ വ്യാഖ്യാനമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി ശിഷ്യന്മാരാകാനൊക്കെ ഉള്ളൂ. യഥാർത്ഥമായി ശിഷ്യന്മാരായവർക്ക് മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം, പുത്രൻ കൊടുക്കുന്നതായ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ്. ഇത് മറ്റാരും പറഞ്ഞതല്ല, യേശു തന്നെ പറഞ്ഞതാണ്. അപ്പം ആദ്യം അവരെ രക്ഷയിലേക്ക് നയിക്കണം, അതായത് യേശുവിൽ വിശ്വസിപ്പിക്കണം. രണ്ടാമത്
ഡിസൈപ്പിൾഷിപ്പിന് വേണ്ടിയുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പം ഈ ക്ലാസ് മുഖാന്തരം പല കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ടു എക്വിപ്പ് ഈ സ്റ്റുഡന്റ്, ഓരോരുത്തർക്കും വേണ്ടതായ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഒന്ന്, സുവിശേഷീകരണം എന്നുള്ളതിന്റെ മീനിങ്, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകണം. രണ്ട്, അതിന് വേണ്ടതായ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം നൽകുക. അപ്പൊ ഈ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ആളുകൾക്ക് സുവിശേഷീകരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതായ പ്രചോദനം കൊടുക്കുക. മൂന്ന്, അതിന്റെ മെത്തേഡ്സ്, ഏതെല്ലാം രീതികളാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് ഉള്ളതാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, എനിക്ക് ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം നൽകണം. ആത്മാക്കളെ കുറിച്ച് ഭാരമില്ല എങ്കിൽ സുവിശേഷീകരണം നടക്കത്തില്ല. ഒരുപാട് ആളുകളും സ്വർഗത്തിൽ പോകാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷെ മറ്റുള്ളവരെ കൊണ്ടുപോകണം എന്നുള്ളതായ താല്പര്യം എത്ര പേർക്കുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, അതിനുള്ളതായ പാഷൻ അല്ലെങ്കിൽ അഭിനിവേശം ഉണ്ടാകണം. ഭാരം കൊണ്ട് മാത്രം ആൾക്കാർ നടക്കുന്നവരുണ്ട്. അതിന് ഭാരത്തോടുകൂടി അതിനുള്ളതായ പാഷനും വേണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഇരമ്യ പറയുന്നത് ഞാൻ വായിക്കട്ടെ, ഞാൻ വായിച്ചോളാം. ഇരമ്യ 9:1 ഇരമ്യാവ് പറഞ്ഞു, അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇരമ്യാവിനെ പ്രവാചകനായി വിളിച്ചതായ വേളയിൽ തനിക്ക് വലിയൊരു ഭാരമുണ്ടായിരുന്നു. തൻ്റെ ജനത്തിന്റെ പുത്രി യഹൂദന്മാരായിട്ടുള്ള ആളുകൾ പ്രവാസത്തിലേക്ക് പോയി, അവരെ കൊല്ലപ്പെടുന്നതായ ആളുകൾ, അതുകൊണ്ട് അതുമായിട്ടുള്ള ബന്ധമുള്ളൊരു ഭാരമാണ്. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമതായിട്ട് നിങ്ങൾ പ്രെയർ ലിസ്റ്റ് ഉണ്ടാക്കണം. എത്ര പേര്, അത് യഥാർത്ഥമായിട്ട് മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, എല്ലാവരും പേപ്പറിനകത്ത് എഴുതി ഇന്നാര് ചാക്കോ അല്ലെങ്കിൽ ജോണ് അല്ലെങ്കിൽ മറിയാമ്മ ഇന്നാര് കർത്താവിൽ കടന്നു വരണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അവർ രക്ഷിക്കപ്പെട്ടു, ഏത് സഭാവിഭാഗത്തിലുള്ളതാണ്, അവര് കത്തോലിക്കരാണോ യാക്കോബക്കാരാണോ ഇവൻ പെന്തക്കോസ്തുകാരായാലും വേണ്ടിയല്ല, രക്ഷിക്കപ്പെടാത്ത പെന്തക്കോസ്തുകാരുണ്ട്. പെന്തക്കോസ്ത് ചർച്ചകളിൽ മറ്റും പോകും, പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ വരാത്ത ആളുകളുണ്ട്. അപ്പൊ ഞാൻ സമുദായത്തിന്റെയോ ഒരു സഭയുടെയോ കാര്യമല്ല പറയുന്നത്. യേശുക്രിസ്തുവിനുള്ളതായ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ അവരെ കുറിച്ചുള്ളതായ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതിനുശേഷം കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, അവരോട് സുവിശേഷം പറയുവാൻ, എനിക്ക് തന്നെ അവരോട് സുവിശേഷം പറയുവാൻ തക്കണം ഒരു മുഖാന്തരം ഉണ്ടാകണം. അല്ല എങ്കിൽ കർത്താവെ, അവിടുത്തെ ദാസന്മാരെ ഈ സുവിശേഷീകരണത്തിൽ അവരോട് സുവിശേഷം പറയുവാൻ വേണ്ടി അവരുടെ പാതയിൽ അയക്കണം. അതിനുവേണ്ടിയുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. ചിലപ്പോൾ ചില വർഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. ഞാൻ പണ്ട് ഒരു സെക്യൂരിറ്റി ജോലിയുമായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കമ്പനിയിൽ ഒരു എഞ്ചിനീയറിംഗ് ടെക്നീഷ്യനായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പാലസ്റ്റൈൻകാരന് ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് വേദവസ്തമൊക്കെ നന്നായിട്ട് അറിയാം, വേദവസ്തം വായിച്ചിട്ടുണ്ട്. മുസ്ലിമാണ്, പകുതി മുസ്ലിമും പകുതി ഒരു നിരീശ്വരനുമാണ്. അപ്പൊ ഞാനും വേറൊരു പെന്തക്കോസ്തുകാരൻ, ഒരു മലയാളി പെന്തക്കോസ്തുകാരനുണ്ട്. ഞങ്ങള് അയാളുമായിട്ട് സംസാരിക്കും. ഞങ്ങള് സുവിശേഷം പറയുന്ന വേളയിൽ വിറ്റ്നസ് ചെയ്യാനൊക്കുന്ന രീതിയിൽ ജോലി സമയത്തല്ല, ബ്രേക്ക് ഉള്ളതായ സന്ദർഭത്തിലെല്ലാം ഞങ്ങൾ വളരെ ദീർഘമായിട്ട് സംസാരിച്ചു. അതിനുശേഷം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അയാൾക്ക് പറഞ്ഞു, നീയും രക്ഷിക്കപ്പെടും, നിന്റെ ഭാര്യയുടെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, അവളൊരു പക്ക മുസ്ലിമാണ്, അവരുടെ മക്കളും കർത്താവിലേക്ക് വരുമെന്ന് ഒരു പ്രവചനമായിട്ട് അവർക്ക് പറഞ്ഞു. പല വർഷങ്ങൾ കഴിഞ്ഞ് 10-12 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിലിപ്പീൻസ് പോകുന്നതിന് 2 ആഴ്ചകൾക്ക് മുമ്പ് അയാൾ എന്നോട് വിളിച്ചിട്ട്, ജോർജ്, ഐ വാണ്ട് ടു ടോക്ക് ടു യു. ഇന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. എനിക്ക് ഇതിനെ കാണാൻ, ഞങ്ങളുടെ അടുത്ത സ്റ്റേറ്റ് ഒക്ലഹോമയിൽ അവിടെയാണ് താമസിക്കുന്നത്, എന്നെ വന്ന് കാണണം, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി, അപ്പം ചർച്ചിലും മറ്റും പോകുന്നുണ്ട് എന്നും മറ്റും പറയാനിടയായി. അപ്പൊ നമ്മുടെ പ്രാർത്ഥന വൃഥാവാകുകയില്ല. ഇത് ഏത് ജാതിക്കാരനെയാണെങ്കിലും ഏത് ചിന്താഗതിയുള്ള ആളുകളാണെങ്കിലും അവരെ കർത്താവിലേക്ക് നയിക്കാൻ കൊണ്ട് കഴിയും, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളതായ മുഖാന്തരങ്ങൾ ഒരുക്കാൻ കൊണ്ട് കഴിയും.
അപ്പൊ സുവിശേഷീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അവരുടെ രക്ഷയെക്കുറിച്ച്, അവരുടെ അവസ്ഥയെക്കുറിച്ച് ഒരു വാണിംഗ് കൊടുക്കുവാൻ ഉള്ളതായിരിക്കണം. അടുത്തതായിട്ട് രണ്ടാമത് സിസ്റ്റർ മിനി ജോർജ് യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18 മുതൽ 19 വാക്യങ്ങൾ വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. ഇംഗ്ലീഷ് ഇപ്രകാരമാണ്, മലയാളത്തിൽ പിന്നെ വായിച്ചാൽ മതി. When I say to the wicked, you shall surely die, and you give him no warning, nor speak to warn the wicked from his wicked way to save his life, that same wicked man shall die in his iniquity, but his blood I will record at your hand. വായിച്ചാട്ടെ. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-19. മിനി ജോർജ് അല്ലേ വായിക്കണ്ടേ? വായിച്ചാട്ടെ. അതെ. സമയം കളയരുത്, പെട്ടെന്ന്. നമ്മുടെ ജോൺ ബറീസ് വായിച്ചാട്ടെ. ജോൺ ബറീസ് വായിച്ചാട്ടെ. ഇല്ലേ? അല്ല, കിരൺ വായിക്കും. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18 വായിക്കാം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചും കൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയാനില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ കർത്താവ് പറയുന്ന സംഗതി, ദുഷ്ടനാണ്, അവൻ എന്തായാലും നന്നാകാൻ പോകുന്നില്ല, അങ്ങനെ പോകും. ആ ഒരു ചിന്താഗതിയോടുകൂടി ഒരു പാസീവായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവനെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട്, കാരണം അവനെ നമ്മുടെ പാതയിലേക്ക് അയച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനോട് പറയണം, നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നീ ഒരു വിക്കഡായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ, വിക്കഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വിക്കഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് എന്നാണ്, വളഞ്ഞത്. ഈ വിക് ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു ഫർണിച്ചർ ഉള്ളത് ഈ പണ്ട് ഈറയും അതുപോലെയുള്ളതായ സംഗതികളൊക്കെ അത് മൃദുവായിരിക്കുന്ന സമയത്ത് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വളയ്ക്കാനായിട്ട് സാധിക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറാനൊക്കത്തില്ല. അങ്ങനെയുള്ള ആളുകൾ ആണ് വിക്കഡ് എന്ന് പറയുന്നത്. അതിന്റെ അക്ഷരികമായിട്ടുള്ള അർത്ഥത്തിൽ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ചില ആളുകളുടെ സ്വഭാവം അതുപോലെ വളഞ്ഞ രീതിയിൽ പോകുന്നതാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പറയാനായിട്ടെങ്കിലും സാധിക്കണം, ഇത് നിനക്ക് ദോഷം ചെയ്യുന്നതാണ്, നിന്നെ നിത്യതയിൽ നരകത്തിലേക്ക് വിടുന്നതായ വഴിയാണ്. ചിലപ്പോൾ അന്നേരം ശ്രദ്ധിക്കത്തില്ലായിരിക്കും, പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞില്ല എങ്കിൽ അവനങ്ങനെ പോകുന്ന, അവനെക്കുറിച്ചുള്ളതായ ഒരു കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ അവൻ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം അവൻ തിരിഞ്ഞ് പോകുന്നില്ല എങ്കിൽ അവനെക്കുറിച്ച് അവന്റെ രക്തം നിന്നോട് ചോദിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അതിന് അടുത്ത 2 വാക്കിനോട് വായിക്കാം. 20ഉം 21 വാക്കിനോട് വായിക്കാം. അഥവാ നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുൻപിൽ ഇടർച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർമ്മിപ്പിക്കായ്ക കൊണ്ട് അവൻ തന്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇവിടെ പറഞ്ഞത് ഇനിക്വിറ്റി അല്ലെങ്കിൽ അകൃത്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, അതാണ് ഇനിക്വിറ്റി എന്ന് പറയുന്നത്. അകൃത്യം നമ്മുടെ ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നത് ചെയ്യാതിരിക്കുക. അപ്പൊ ഇത് നീതിമാനോടുള്ള സംഗതിയാണ്. നീതിമാനായുള്ള ആളുകളാണെങ്കിലും അവന്റെ നീതി പ്രവർത്തികളെ വിട്ട് ദുഷ്ടതയിലേക്ക് പോകുന്നുവെങ്കിൽ അവനെയും ഓർമ്മിപ്പിക്കേണ്ടതായ, അവന് വാണിംഗ് കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അത് ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ ദുഷ്ടതയിൽ മരിക്കും.
എന്നാൽ നീതിമാന്റെ അവന്റെ രക്തത്തെക്കുറിച്ചുള്ളതായ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കും. അത് അവനോട് അറിയിച്ചതിന് ശേഷം അവൻ തിരികെയാണെങ്കിൽ നമുക്ക് അതിനുള്ളതായ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുകയാണ്. അപ്പോൾ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച്, ദുഷ്ടനായാലും നീതിമാനായാലും അവരെ കുറിച്ച് ഓർമ്മിപ്പിക്കുക. അപ്പം നമ്മള് ഈ സുവിശേഷീകരണം ചെയ്യുന്ന വേളയിൽ എല്ലാവരും തിരിയണമെന്ന് താല്പര്യമില്ല. ഇപ്പം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വൈഫിന്റെ വീടിന്റെ എൻ്റെ വൈഫ് യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളതാണ്. ഏകയായിട്ട് വൈഫും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഏകയായിട്ട് മൂത്ത സഹോദരന് യാക്കോബയിലെ അച്ഛനാണ്, ആയിരുന്നു, മരിച്ചുപോയി. അങ്ങനെ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്നതാണ്. അവരുടെ വീട്ടിൽ പോകുന്ന വേളയിലെല്ലാം എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളതായ എല്ലാവരോടും എനിക്ക് സുവിശേഷം പറയണം. ഞാൻ ആ ഒരു ദൈവസന്നിധി പ്രാർത്ഥിച്ച ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരി ആയിരിക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ വിവാഹം കഴിക്കുന്നത് ദൈവം അങ്ങനെയുള്ള ആളിനെയാണ് എനിക്ക് എൻ്റെ പാതയിലേക്ക് അയച്ചത്. ആ ഒരു ഡിമാൻഡ് മാത്രമേ വെച്ചുള്ളൂ. അപ്പം അവിടെ ചെന്നായ വേളയിൽ ആ സഹോദരിയുടെ അനുജത്തി, എൻ്റെ സിസ്റ്ററിലോ, അവിടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അതിനടുത്ത വീട്ടില് എനിക്ക് ഒരു ഹിന്ദു ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാൾ എനിക്ക് ടിക്കറ്റ്, ഒരു ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് പോകുന്നതിന് വേണ്ടിയുള്ളതായത് എറണാകുളത്ത് പിറവത്തു നിന്നാണ് ടിക്കറ്റ് ക്രമീകരിച്ച് തരാൻ വേണ്ടി അയാൾക്ക് കുറെ പരിചയമുണ്ട്, ഇന്റർനെറ്റും കണക്ഷൻ ഉണ്ട്. ഞാൻ അവിടെ ചെന്ന അയാൾ എനിക്ക് ഇന്റർനെറ്റ് കണക്ഷനും മറ്റും ചെയ്തു. അവിടെ ചെന്നായ വേളയിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉറച്ചൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. ഹൃദയത്തിൽ പ്രാർത്ഥിച്ച കർത്താവ് ഈ ഭവനത്തിൽ ഞാൻ കാലുകുത്തി ഇവിടുന്ന് ഒരാളെ കർത്താവിലേക്ക് നയിക്കാൻ കൊണ്ട് എനിക്ക് സാവകാശം ഉണ്ടാകണം. ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം അവരുടെ മകള് ഞങ്ങളുടെ അടുത്ത വീട്ടില് ആണ് അവർ താമസിക്കുന്നത്. അവരുടെ വീട്ടിൽ വന്നു. അവിടെ വീട്ടിൽ വന്ന വേളയിൽ എൻ്റെ വൈഫ് അവളുമായിട്ട് സംസാരം തുടങ്ങി. ഹിന്ദുവാണ്. സംസാരിച്ചു തുടങ്ങി. ഒടുവില് അതിനുശേഷം ഞാനിവിടെ ഇതിനകത്ത് ഇൻവോൾവ് ആയി. ആ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ആ സ്ത്രീയെ, പെൺകുട്ടിയെ, 20-21 വയസ്സ് പെൺകുട്ടിയെ കർത്താവിലേക്ക് നയിക്കുവാനിടയായി. പിന്നീട് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ വിശ്വാസത്തിലേക്ക് വരുത്തി. അവൾക്ക് ഞാൻ പിന്നെ എറണാകുളത്ത് പോയൊരു ബുക്ക് സ്റ്റോറിൽ പോയൊരു ബൈബിൾ വാങ്ങിച്ച് പേഴ്സണലായിട്ട് നോട്ട് ചെയ്ത് അവൾക്ക് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് അതുകൊണ്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ സ്വസ്ഥമായത്. പിന്നീട് എനിക്ക് ഫോളോ അപ്പ് അധികമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഞാൻ പറഞ്ഞത്, നമ്മളൊരാളെ രക്ഷയിലേക്ക് നയിച്ചു എന്നുള്ള നിലയിൽ നാം തൃപ്തരായി തീരരുത്. അതിനുശേഷം അവർക്ക് രക്ഷയിൽ വളരുവാൻ്റെ കൊണ്ടമുള്ളതായ സകല മുഖാന്തരങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഇതോടൊപ്പം വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അക്സാഡാനിഷ് വായില. ഇല്ലേ? എന്നാ കിരൺ തന്നെ വായില. ഓക്കെ, 4-ന്റെ 1 കൊരിന്ത്യർ 4-14. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. അവിടെ ബുദ്ധി പറയുക എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അക്ഷരികമായിട്ട് വന്ന് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകി തരിക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ നാണിപ്പിക്കുക എന്ന് പറഞ്ഞ് ലജ്ജിപ്പിക്കാൻ, പഴയ മലയാളമാണ്. ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത് എഴുതുന്നത്. എന്നാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാരം, ഹൃദയഭാരം എന്ന് പറയുന്നത് താൻ ശുശ്രൂഷിച്ചതായ സഭയിലുള്ള ആണെങ്കിൽ പോലും അവരെ വേണ്ടതായ ബുദ്ധി ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു പൗലോസ് ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതായ നിലയിൽ, സുവിശേഷകൻ എന്നുള്ളതായ നിലയിൽ താൻ ചെയ്യുന്നത്. ഇനി കൊലോസ്യർ 1-28 വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും
വായിച്ചാട്ടെ. ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് മനുഷ്യൻ, ഇവിടെ കർത്താവിലേക്ക് വന്ന ആളുകളുടെ ഒരു സഭയാണ് കൊലോസ്യ സഭ. പൗലോസ് പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് എല്ലാവരെയും, വാർണിംഗ് എവ്രി മാൻ ആൻഡ് ടീച്ചിങ് എവ്രി മാൻ ഇൻ ഓൾ വിസ്ഡം that we may present every man perfect. അവിടെ പെർഫെക്റ്റ് എന്നുള്ളതായ വാക്കിന്റെ അർത്ഥം മെച്യൂരിറ്റിയിലേക്ക് വരിക, സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരിക. അപ്പം സുവിശേഷീകരണത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസൈപ്പിൾഷിപ്പ്. ആ ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ പാഷൻ എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 16-17 വാക്യം വായിക്കാം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ആ വാക്യം വായിച്ചാട്ടെ, മലയാളത്തിൽ നേരിട്ട്. If I preach the gospel, I have nothing to boast of, for necessity is laid upon me. Yes, woe is me if I do not preach the gospel. വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. പലപ്പോഴും ആളുകൾ ഞാൻ സുവിശേഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശംസ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറയാ, ഞാൻ സുവിശേഷം പറയുകയാണെങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, അത് നിർബന്ധം, നെസസിറ്റി ഇസ് ലെയ്ഡ് അപ്പോൺ മീ, അല്ലേ? നിർബന്ധം എന്നല്ലേ പറഞ്ഞേക്കുന്നേ? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നമ്മുടെ മേലുള്ളതായ ഒരു നിർബന്ധമായിരിക്കണം മറ്റുള്ളവരുടെ സുവിശേഷം പറയുക എന്നുള്ളത്. സുവിശേഷം ഞാൻ പറഞ്ഞില്ല എങ്കിൽ അത് വളരെ ദുഃഖകരമായ സമയം. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നമുക്ക് പറയാനൊക്കെ. അല്ലെങ്കിൽ സുവിശേഷം അറിയിച്ചാൽ അത് എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിന്റെ മറുവശം ഞാൻ പറയുകയാണ്. 17-ാമത്തെ വാക്യം. ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷീകരണം എന്ന് പറയുന്നത് നാം മനഃപൂർവമായി മുൻകരുതലോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ പ്രതിഫലം. അപ്പൊ സുവിശേഷീകരണം ചെയ്തുകൊണ്ട് പ്രതിഫലം എന്ന് പറഞ്ഞാൽ കുറച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുന്ന വേളയിൽ നമുക്ക് ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് നേടിത്തരുന്നതായ സംഗതിയാണ്. ഇപ്പൊ സുവിശേഷീകരണം ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കരുത്. കർത്താവിന്റെ നാമത്തിന്, കർത്താവിന്റെ രാജ്യത്തിൽ കെട്ടുപണിക്ക് വേണ്ടി കർത്താവിന്റെ രാജ്യത്തിലേക്ക് ആളുകളെ നേടുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ അത് മനഃപൂർവ്വമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? പ്രതിഫലം ഉണ്ടാകണം. അപ്പോൾ ഞാൻ ആളുകളുടെ കർത്താവിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇത് പ്രതിഫലമുള്ളതായ സംഗതിയാണ്. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുള്ളതായ സംഗതിയാണ്, നിത്യമായുള്ള പ്രതിഫലമുള്ളതായ സംഗതിയാണ്. ഇനി നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുന്നതായ വേളയില് ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ്, ആദ്യത്തെ മിഷണറി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം തന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഞാൻ പറയുന്നത് വായിച്ചാൽ മതി. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ. ലൂക്കോസ് 4-ന്റെ 16 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ. 4-ന്റെ 16 മുതൽ 19 വരെ. അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു, ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ, പീഡിതന്മാരെ അയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഓക്കെ, അപ്പം യേശു നസ്രയത്തില് അവിടെ ചെന്നായ വേളയിൽ അവിടുത്തെ ദൈവാലയത്തിൽ, അവിടുത്തെ സിനഗോഗ്,
ദേവാലയം എന്ന് പറഞ്ഞാൽ യേശുവിൻ ദേവാലയമല്ല, സിനഗോഗിൽ ചെന്നു. അവിടെ ചെന്നായ വേളയില് ഇദ്ദേഹം യുവാവായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ചെന്നായ വേളയിൽ യെശയ്യാ പ്രവാചകന്റെ തുകൽ ചുരുള് പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദപുസ്തകത്തിന്റെ കൂട്ടുള്ള പുസ്തകമല്ല, തുകൽ ചുരുള് തനിക്ക് കൊടുത്തു. അവിടുന്ന് തുറക്കുന്ന അവിടെ സ്പെസിഫിക് ആയിട്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഭാഗമല്ല എടുക്കാനുള്ളതായിട്ട്. ഇപ്പോഴത്തെ പുസ്തകം ഫ്ലിപ്പ് ചെയ്ത് പോയാൽ മതി. എന്താണെന്ന് ചുരുൾ വേണമെങ്കിൽ ഒരു വശത്തൂടെ അൺറോൾ ചെയ്തിട്ട് മറ്റേ വശത്തു നിന്ന് അത് ചുരുട്ടി വായിച്ചിട്ടുണ്ട്. പക്ഷെ യേശുവിന് അറിയാമായിരുന്നു തന്നെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അത് ആ ഭാഗം എടുക്കണ്ട. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ ഭാഗമാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ഒരു ഉദ്ധരണിയാണ് ലൂക്കോസ് സുവിശേഷൻ അവിടെ നാം കാണുന്നത്. അവിടെ പള്ളിയിൽ ചെന്നായ വേളയിൽ പതിവ് പോലെ അവിടെ ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശുവിന് ദേവാലയത്തിൽ സിനഗോഗിൽ പോവുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. പതിവ് പോലെ അവിടെ ചെന്നു. അവിടെ എഴുന്നേറ്റ് നിന്ന് വേദപുസ്തകം വായിക്കുവാൻ തുകൽ ചുരുള്, യെശയ്യാ പ്രവചനത്തിന്റെ ചുരുള് അവന് കൊടുത്തു. അവിടെ വെച്ച് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതായ ഒരു ഭാഗം കണ്ടു. ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എന്നോടുകൂടെ ഉണ്ട്, കാരണം എന്നെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം, ദരിദ്രന്മാരോട് സുവിശേഷം പറയുവാൻ. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ദരിദ്രന്മാരെ കാണുന്നതല്ല. ദരിദ്രന്മാരുടെ സുവിശേഷം എന്താ പറയുന്നത്? നീ എന്നും ദരിദ്രനായിരിക്കുമെന്നാണോ? അല്ലല്ല. അവന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് മാത്രമല്ല എല്ലാ നിലയിൽ നിന്നും ഉദ്ധാരണം ഉണ്ടാകുവാൻ തക്കവണ്ണം സുവിശേഷം കൊണ്ട് കഴിയും. അവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ സുവിശേഷത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം നുറുങ്ങിയവർക്ക്, ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് സൗഖ്യമുണ്ടാകുവാൻ, സുവിശേഷം മുഖാന്തരം ഹൃദയം നുറുങ്ങിയവർക്ക് സൗഖ്യമുണ്ടാകണം. To proclaim the liberty to the captives. തടങ്കലിലായിരിക്കുന്നവരെ ഏത് നിലയിലാണെങ്കിലും അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും. റിക്കവറി ഓഫ് സൈറ്റ്സ് ടു ദ ബ്ലൈൻഡ്. കണ്ണ് കുരുടായിരിക്കുന്നവര്, ആക്ഷരികമായി ശാരീരികമായിട്ടും അല്ലാതെ ആത്മീയമായിട്ടാണെങ്കിലും കുരുടായിരിക്കുന്നവർക്ക് അവർക്ക് ഒരു കണ്ണ് തുറക്കുവാൻ. To set at liberty to those who are oppressed. അങ്ങനെ ഇരിക്കുന്ന എല്ലാ ഭാഗങ്ങളും സുവിശേഷീകരണത്തിന്റെ ദൗത്യങ്ങളിൽപ്പെട്ടതാണ്. ഞാൻ ഫിലിപ്പീൻസില് പക്ഷേ ഇപ്രാവശ്യം പോയ സന്ദർഭത്തിലാണ് ജയിലുകളിൽ പോകാറുണ്ട് പ്രസംഗിക്കാനായിട്ട്. ചിലപ്പോൾ 250-300 തടവുകാർ കാണും. പലപ്പോഴും സുവിശേഷം പറയുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ഉത്തരവാദിത്വം അവരെ അടുക്കൽ പറയും. ഇപ്രാവശ്യമാണെങ്കിലും പല തടവുകളിലും 250-300 പേരോളം കർത്താവിനെ അവിടെ വെച്ച് രക്ഷിതാവായി സ്വീകരിക്കാൻ തക്കവണ്ണം, തടവിൽ മാത്രം മൊത്തമായിട്ടുള്ള ഈ യാത്ര മുഖാൻ 500 പേരോളം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ തക്കവണ്ണയായി. അപ്പൊ നമുക്ക് ഈ തെരുവിലുള്ള ആളുകളെ മാത്രമല്ല തടവിലുള്ള ആളുകളും സുവിശേഷം പറയുവാനുള്ളതായ ഉത്തരവാദിത്വം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സുവിശേഷം എന്നുള്ളതായ വാക്കിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അതിനകത്തുള്ള പ്രിഫിക്സ് ഇവാഞ്ചലിസം, EU എന്ന് പറയുന്നത് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ്. ഏഞ്ചലോസ് എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ എന്നാണ്, നല്ല സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ആ ഗുഡ് ന്യൂസ് പറയുവാൻ ഉള്ള കാരണങ്ങളുണ്ട്. ഈ ഗുഡ് ന്യൂസ് 130 പ്രാവശ്യം ഗോസ്പൽ ഓർ ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന പദപ്രയോഗം അവിടെ ഉപയോഗിച്ചു. 130 പ്രാവശ്യം. അതില് 109 പ്രാവശ്യം പുതിയ നിയമത്തിലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും റെഫറൻസ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനങ്ങളോട് ആവശ്യപ്പെടുന്നതായ ഒരു സംഗതി ഉണ്ട്. ഈ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതായ ഉത്തരവാദിത്വം മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് ആ ഒരു ഭാരമുള്ളതോടാണ് ആവർത്തിച്ച് വേദപുസ്തകത്തിൽ അത് ഇവിടെ എഴുതിയിരിക്കുന്നത്. പല രീതിയിലുള്ളതായ സുവിശേഷ പ്രവർത്തനമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്ന് പൊതുവെ പറയാൻ ഒക്കുന്നത് മാസ് ഇവാഞ്ചലിസം അല്ലെങ്കിൽ കൂട്ട സുവിശേഷീകരണം. ബില്ലി ഗ്രാം, റെയ്നോൾഡ് ബോങ്കെ, DL മൂഡി എന്നിത്യാദി ദൈവദാസന്മാരെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന മാസ് ഇവാഞ്ചലിസത്തിന് വേണ്ടിയാണ്. അങ്ങനെ ചിലപ്പോൾ മാസ് ഇവാഞ്ചലിസം നടത്തുവാൻ, കൂട്ട സുവിശേഷീകരണം നടത്തുവാൻ തക്കോണം ഉള്ളതായ
ഒരു സാവകാശം ദൗത്യമായിരിക്കുകയല്ല ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. അതിനുവേണ്ടിയുള്ളതായ വിളി ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങരുത്. കാരണം അതിനുവേണ്ടി പ്രത്യേക ഒരു വിളി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മാസ് ക്രൂസൈഡ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ബഹുജന ക്രൂസൈഡുകൾ. പിന്നീട് ചില ആളുകൾ ഇതിനെ പറയുന്നത് പവർ ഇവാഞ്ചലിസം എന്നാണ്. എന്തോ പവർ ഇവാഞ്ചലിസം എന്ന് കേട്ടാത്തൊന്നും. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശക്തി ലഭിച്ചതിന് ശേഷം. ആ ഭാഗം ഒന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തി ഉണ്ടാകും, ദൈവിക ശക്തി. ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ശക്തി ലഭിച്ചതേ ഉള്ളൂ. ശക്തി ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സാക്ഷികളാകും. സാക്ഷ്യം പറയുന്നുള്ളതല്ല, സാക്ഷികളാകുക എന്ന് പറയുന്നതും സാക്ഷികളാകുന്നതും രണ്ട് സംഗതിയാണ്. ഒന്ന്, നിങ്ങൾക്ക് സാക്ഷികളായെങ്കിൽ മാത്രമേ ശരിയായുള്ള സാക്ഷ്യം പറയാനൊക്കത്തുള്ളൂ. ചർച്ചിൽ വന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നതിന്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നാം ഒരു സാക്ഷ്യമായിരിക്കണം. നമ്മുടെ ഭവനത്തിൽ ഒരു സാക്ഷ്യമായിരിക്കണം. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ടാകണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ സാക്ഷികളാകുവാൻ ഉള്ളതായ ശക്തി നേടിത്തരും. ആ ശക്തി ലഭിക്കുന്നത് മുഖാന്തരം അനേകരെ കർത്താവിലേക്ക് ഐക്യവാദത്തിലൂടെയാകും. അത് അപ്പോസ്തലന്മാരുടെ കാലയളവിൽ ആദിമ നൂറ്റാണ്ടിൽ അതിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേളയിൽ 4:33 വായിക്കാം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ, നേരത്തെ ശക്തിയുടെ കാര്യത്തെക്കുറിച്ച് 1:8 പറഞ്ഞിട്ടുണ്ട്. 4:33 പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പോൾ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം പറയും എന്തുണ്ടാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവം കൂടെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന മഹാശക്തി അപ്പോസ്തലന്മാരുടെ കാലയളവിൽ അതുണ്ടായിരുന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവർക്കും ധാരാളം, സാധാരണ കൃപയല്ല, ധാരാളം കൃപ. അപ്പോൾ മഹാശക്തി ഉണ്ടാകുന്ന വേളയിൽ നമ്മൾ സാക്ഷികളാകുമ്പോൾ ദൈവത്തിന്റെ അസാധാരണമായുള്ള ഫേവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ ലഭിക്കുവാൻ കൊണ്ടും ഇടയാകും. പിന്നീട് വേറൊരു രീതിയിലുള്ള സുവിശേഷകരണം എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഇവാഞ്ചലിസമാണ്. നമുക്ക് എല്ലാവർക്കും ലിറ്ററേച്ചർ ഇവാഞ്ചലിസം എല്ലാവർക്കും ചെയ്യാനൊക്കത്തില്ല. എനിക്ക് 9 വയസ്സ് മുതൽ ഞാൻ ഇൻവോൾവ് ആയിരുന്ന ഒരു സംഗതിയുണ്ട്. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ്, മർത്തമാരായിരുന്നെങ്കിലും ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് ലിറ്ററേച്ചർ ഇവാഞ്ചലിസത്തിന്റെ ഒരു ഭാഗമാണ്. ആ കറസ്പോണ്ടൻസ് കോഴ്സ് മുഖേന അന്ന് ആ സമയം മുതൽ ഞാൻ നാട്ടിൽ കോളേജില് ഡിഗ്രി എടുക്കുന്നതായ ആ സന്ദർഭം വരെ ഇന്ത്യയിൽ അറിയപ്പെടുന്നതായ സകല ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. അന്ന് പിന്നെ ഒരു ഹോബിയായിട്ട് എനിക്ക് വേദവസം പഠിക്കാനുള്ള താല്പര്യം ഒരു ഹോബിയായിട്ട് അത് പോട്ടെ. ആ കറസ്പോണ്ടൻസ് കോഴ്സ് മുഖേന ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ട്രാക്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നമുക്ക് ആ സുവിശേഷീകരണം നടത്താനായിട്ട് സാധിക്കും. ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് മറ്റും പഠിച്ചായ വേളയിൽ അന്ന് എനിക്കറിയത്തില്ല. അന്ന് ഞാൻ മാർത്തമായിരുന്നു, ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഞാൻ മറ്റുള്ളവരുടെ സുവിശേഷം പറയണം, പക്ഷെ എനിക്ക് അതിനുള്ളതായ ഒരു നട്ടലില്ല. ഒരു ഷൈ ടൈപ്പാണ്, ഇൻട്രോവേർട്ടാണ്, അന്തർമുഖി എന്ന് പറയും. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളുകൾക്ക് ട്രാക്റ്റ് കൊടുക്കണം. അതിനെനിക്കറിയാം. ഫ്രീ ആയിട്ടുള്ള കറസ്പോൺസ് ചില മാസികകളും മറ്റും അയച്ചു കൊടുക്കുന്ന കമ്പനിക്കാരെ എനിക്കറിയാം. ബൈബിൾ കറസ്പോൺസ് കോഴ്സ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അവരുടെ ലെറ്റർ എനിക്ക് കിട്ടുന്നതാണ്. അവരുടെ പേര് വെച്ചിട്ട് ശേഷം അവർക്ക് ഈ ക്രോസ് ആൻഡ് ക്രൗൺസ് അതുപോലെയുള്ള പല ഫ്രീ ലിറ്ററേച്ചർ അവർക്ക് മെയിൽ അയച്ചു കൊടുക്കുക എന്നൊക്കെ ഇടയായിട്ടുണ്ട്. അവർ എത്ര ലക്ഷ്യത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് അവിടെ ശ്രദ്ധിച്ചു ചെല്ലുന്നതിന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. നമ്മളാ ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പല
നിലയിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു സുവിശേഷീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ഇവാഞ്ചലിസം, മാധ്യമ സുവിശേഷീകരണം. അത് പബ്ലിക് മീഡിയയിൽ കൂടെ ആകാം, ടെലിവിഷനിൽ കൂടെ ആകാം, റേഡിയോയിൽ കൂടെ ആകാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും അതിനുള്ളതായ ഒരു ക്രമീകരണം ഉണ്ടായി എന്നിരിക്കണമെന്നില്ല. പിന്നെ ഇന്റർനെറ്റിൽ കൂടെ, അതും എനിക്ക് ഭാഗ്യമായിട്ടുള്ള അറിവുള്ളൂ, സുവിശേഷീകരണം നടത്താനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് ആൾക്കാരും എൻ്റെ ലൈക്ക് വേണം, എൻ്റെ പടം വേണം, അതിൽ കൂടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ സാധിക്കും. ഈ വേണ്ടാത്ത ഹോപ്പ്ലെസ് ആയിട്ടുള്ള വീഡിയോയും അതെല്ലാം അയക്കുന്നതായ സ്ഥലത്ത് യേശു ക്രിസ്തു കൂടെ മാത്രം ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ച് പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും അധികമായി ചെയ്യാൻ ഒക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഇവാഞ്ചലിസം. ആ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി എങ്കിലും അതാണ് ഞാൻ ഇവിടെ പ്രധാനമായിട്ട് ഈസ് ഓൺ ഡൺ ഓൺ എൻ ഇൻഡിവിജ്വൽ ബേസിസ്, വൺ ഓൺ വൺ ഇവാഞ്ചലിസം എന്ന് പറയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ആ സുവിശേഷീകരണം നടത്തേണ്ടതെന്നും ഏത് നിലയിലാണ് ആളുകളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഇതെല്ലാം ചില ഭാഗങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മഹത്തായ നിയോഗം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതിന്റെ ഭാഗമാണ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിലുള്ളതായ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ കമ്മീഷൻ താൻ പോകുന്ന കാരണത്താൽ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയായിരുന്നു. ആ കമ്മീഷന്റെ നിവർത്തീകരണം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും നേടിത്തന്നിരിക്കുന്നതാണ്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ഉം 16-ഉം. അവൻ അവരോട് ഭൂമിയുടെ അറ്റം വരെയും വായിച്ചാട്ടെ. പിന്നെ അവൻ അവരോട് സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എല്ലാ എത്നിക് ഗ്രൂപ്പിന്റെ അടുക്കലും പോയി സുവിശേഷം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളതായ സാവകാശം ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തുള്ളതായ ഒരാളിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ഫിലിപ്പീൻസ് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്ത് ഫിലിപ്പീൻകാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഡാലസിൽ താമസിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരെ പോയി ഞാൻ വിസിറ്റ് ചെയ്യാൻ തക്കവിടെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. അവിടെ സഹോദരി എൻ്റെ വൈഫ് രക്ഷയിലേക്ക് വന്നതാണ്. അതിനുശേഷം ആ ആൾ രക്ഷയിലേക്ക് വന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ വേറൊരു സഹോദരമായിട്ട് അവിടെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ച് സുവിശേഷം പറഞ്ഞ് അയാളെ രക്ഷയിലേക്ക് നയിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം അയാൾ ചർച്ചിൽ വന്ന്, അഗാപ്പെ ചർച്ചിൽ വന്ന് സ്നാനപ്പെടുവാനിടയായി. അതിനുശേഷം തുടരെയായിട്ട് അവർ ഞങ്ങളുടെ ചർച്ചിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പറയുമ്പോൾ ആ എത്നിക് ഗ്രൂപ്പിലുള്ളതായ ആളുകൾ നമ്മുടെ അയൽവക്കത്തുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരാളെ അറിയാമെങ്കിൽ, നമ്മൾ കൂടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് സുവിശേഷം പറയാൻ തക്കൊണ്ടയാകും. എൻ്റെ വൈഫിന് ദൈവത്തിന്റെ കൃപയാൽ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കൂടെയുള്ളതായ ആൾക്കാർ, എങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ട് അവരെ എങ്ങനെയെങ്കിലും ചർച്ചയോട്ട് വിളിക്കാനോ അല്ലെങ്കിൽ അവരോട് സുവിശേഷം പറയാനുള്ള ഒരു മുഖാന്തരം ഒരുക്കുക എന്നുള്ളത് പുള്ളിക്കാരുടെ വലിയ താല്പര്യമാണ്. അതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തത്. ഒരു ഫിലിപ്പീനോ കാര്യത്തിൽ വല്ലപ്പോഴും അവിടെ ഞങ്ങളുടെ ചർച്ചയിൽ വരാറുണ്ട്. അവർ നേരത്തെ കത്തോലിക്കയായിരുന്നു, ഇപ്പോഴ് അവർ വിശ്വാസത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ട് അവരെ വല്ലപ്പോഴും, പതിവായിട്ട് വരുന്നില്ല, കാരണം അവരുടെ ഹെൽത്തിന്റെ ഒരു പ്രായമായ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിന് അറ്റത്തോളം പോയി സുവിശേഷം പറയാനായിട്ട് ശ്രമിക്കണം എന്നല്ല പറഞ്ഞേക്കുന്നത്, നിങ്ങൾ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മിലിറ്ററി ടെർമിനോളജിയാണ്. ആ മിലിറ്ററി ടെർമിനോളജി പദപ്രയോഗമാണ്. ആ ഒരു ഹൈ ലെവലിലുള്ളതായ ഒരാള് ഒരു കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നിവർത്തീകരിക്കാതെ ഇരിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഭാഗം തന്നെ പറയുമ്പോൾ 28-ാം അധ്യായത്തില് സ്വർഗത്തിലും ഭൂമിയിലുള്ളതായ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോയി, മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല,
ഒന്ന് ആ ഭാഗം വായിച്ചാൽ മത്തായി 28:18 ഇതിന്റെ ഒരു പാരലായിട്ടുള്ള ഭാഗമാണ്. പക്ഷെ സെയിം ഗ്രൂപ്പിനോടല്ല കർത്താവ് സംസാരിക്കുന്നത്. യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിക്ഷരായിക്കൊള്ളുവിൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സംഗതി സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതായ സകല അധികാരവും ലഭിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോയി സകല എത്നിക് ഗ്രൂപ്പ്സ്, സകല എത്നോസ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സകല എത്നിക് ഗ്രൂപ്പ്, സകല കുലങ്ങൾ, സകല വംശങ്ങൾ ആളുടെ ആളുകൾ, അവർ ബ്ലാക്സ് ആണെങ്കിലും വൈറ്റ്സ് ആണെങ്കിലും ആഫ്രിക്കൻസ് ആണെങ്കിലും ഫിലിപ്പീനോസ് ആണെങ്കിലും തമിഴരാണെങ്കിലും തെലുങ്കരാണെങ്കിലും എല്ലാവരോടും അവരെ മാനസാന്തരപ്പെടുത്താനായിട്ട് കഴിയുന്നത്. പക്ഷെ അവരോട് പറയാനായിട്ടുള്ള ദൗത്യം കർത്താവ് നമ്മളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ തന്നെ ആൾക്കാരെ അയക്കണമെന്ന്. നീ തന്നെ ആൾക്കാരെ അയക്കുക എന്ന് പറയുമ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ പോകാതെ നമ്മൾ വേറൊരാളെ അയക്കണം എന്ന് പറഞ്ഞാൽ ഒരു വഴി പറഞ്ഞു വിടുകയാണ്. സോ അവരോട് പറയുന്ന വേളയിൽ അവരെ വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്തരവാദിത്തമാണ്. വിശ്വസിക്കുന്നവരെ പിന്നീട് സ്ഥാനപ്പെടും. അത് ഡിസൈപ്പിൾഷിപ്പിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് അധികാരം ലഭിച്ച ഒരു വ്യക്തിയിലാണ്. അവരെ ശിഷ്യരാക്കുവാൻ, മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്, എല്ലാ വംശത്തിലും ഉള്ളതായ ആളുകളോട് സുവിശേഷം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ലൂക്കോസ് സുവിശേഷം പറയും, ഇത് 5 പ്രാവശ്യം ഗ്രേറ്റ് കമ്മീഷൻ പറയുന്നുണ്ട്. ഒന്ന് മത്തായി സുവിശേഷത്തില്, മർക്കോസ് സുവിശേഷത്തില്, ലൂക്കോസ് സുവിശേഷത്തില്, യോഹന്നാൻ സുവിശേഷത്തില്, പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് അപ്പോസ്തലപ്രവൃത്തികളിൽ 1:8 പറഞ്ഞിട്ടുണ്ട്. ഈ 5 പ്രാവശ്യവും 5 സ്ഥലത്ത് വെച്ച് 5 വിവിധമായിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കടന്നു പോകുന്നതിന് മുമ്പുള്ളതായ തന്റെ അന്തിമ അഭിലാഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുന്നത് നിങ്ങൾ പോയി സകല ജനത്തോട് സുവിശേഷം പറയണം. ലൂക്കോസ് സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങൾ വായിക്കും. ലൂക്കോസ് കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെസ്സേജിന്റെ ഒരു ഭാഗമായിരിക്കണം യേശുക്രിസ്തു മരിച്ചത് മാത്രമല്ല, അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു. മരിച്ച ഒരു യേശുവിനെ മാത്രമല്ല നമ്മൾ പ്രസംഗിക്കുന്നത്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായ ഒരു കർത്താവിനെയാണ്. അവരോട് അത് പറയുന്ന വേളയിൽ ആ പ്രസംഗത്തിന്റെ ഭാഗമായിരിക്കണം റിപ്പന്റൻസ്, മാനസാന്തരം, പാപമോചനം എന്നുള്ളത് അതിന്റെ ഭാഗമായിരിക്കണം. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതായ മെസ്സേജിന്റെ ഒരു ഭാഗമായിരിക്കണം എന്ത്? യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. മരിച്ചത് മാത്രമല്ല, അവൻ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു 3-ാം നാൾ. അത് മുഖാന്തരം ഒരു മനസ്സാന്തരം ഉണ്ടാകാൻ കഴിയും, പാപമോചനം ഉണ്ടാകുവാൻ ഇടയാകും. അത് എല്ലാവരോടും പറയണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബിഗിനിങ് ആൻഡ് ജെറുസലേം, നമ്മുടെ ഹോം ടൗൺ ആണ് ജെറുസലേം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വന്തം സ്ഥലത്ത്, നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് അവരോട് സുവിശേഷം പറയുവാൻ ഇടയാകും. നമ്മുടെ മക്കളെടുക്കൽ, നമ്മുടെ ബന്ധുമിത്രാദികൾക്കൽ. ചിലപ്പോൾ കേട്ടില്ലെന്ന് വരുമായിരിക്കും. ഞങ്ങളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം, ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞതിന് ശേഷം, വൈഫിന്റെ നൈറ്റ് ഷിഫ്റ്റാണ്, ഞാൻ വീട്ടില് കുഞ്ഞുങ്ങളെ നോക്കി. അവർ 3 പേരെയും അവർ 6 വയസ്സാകുന്ന സന്ദർഭത്തിൽ 3 പേരെയും രക്ഷയിലേക്ക് നയിക്കാന്നൊക്കെ ആയി. അപ്പൊ അവർക്ക് മനസ്സിലായോന്ന് ചോദിച്ചേക്കാം. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവർക്ക് ജസ്റ്റ് ചോദിച്ചു, മോളെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടോ? ഉടനെ അവർ പറഞ്ഞു, ഡാഡി റിമെമ്പർ ഞങ്ങള് സോഫയിലിരുന്ന്
അവിടുന്നായ വേളയിൽ ഞങ്ങളുടെ യേശുവിനെ കുറിച്ച് പണ്ട് പറഞ്ഞ് അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് 6 വയസ്സുള്ള സന്ദർഭത്തിലാണെങ്കിലും അവരോട് പറഞ്ഞതായ സംഗതി അവർക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിരിക്കണം. അത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ ദൗത്യമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവരോട് പറയുവാനും നമ്മൾ ഉത്സുകരായിരിക്കണം, അത് പറയുന്നവരുമായിരിക്കണം. അപ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സജഷൻ അല്ല, ഒരു നിർദ്ദേശമല്ല, അതൊരു കൽപ്പനയാണ്. കർത്താവിന്റെ കൽപ്പന നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ ഉള്ളതായ ബാധ്യതയും നമുക്കുണ്ട്. നമ്മുടെ സമയം ഏകദേശം തീരുവാനായിട്ട് തുടങ്ങുകയാണ്. ഒരു 5 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. പിന്നീട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടെങ്കിൽ പിന്നീട് അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ചൊവ്വാഴ്ച ഈ സമയത്ത് കൂടുന്നതായ വേളയിൽ അതിന് മറുപടി പറയുവാൻ ഇടയാകും. ഇപ്പോൾ ചോദ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം വേർതിരിക്കുന്നു. സാറേ ഇപ്പൊ പറഞ്ഞ റെഫറൻസ് 2 ലൂക്കോസും ജോണിന്റെയും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ, എന്റെ റെഫറൻസ് പറഞ്ഞില്ലല്ലോ. ലൂക്കോസ് പറഞ്ഞത് ജോൺ 2 റെഫറൻസ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്തത്. മർക്കോസിന്റെ 16, 15, 16 മത്തായി 28, 16, 18 മുതൽ ഇതുവരെ. പിന്നീട് മറ്റേ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 46, 47 വാക്യങ്ങൾ. ജോൺ ഇല്ല, ജോണിന്റെ റെഫറൻസ് ഞാൻ ഉപയോഗിച്ചില്ല. അത് അടുത്ത പ്രാവശ്യം ഞാനത് പറഞ്ഞുതരാം. ഓക്കെ താങ്ക് യു. പിന്നീട് നമ്മൾ ഉപയോഗിച്ചത് അപ്പോസ്തലപ്രവൃത്തികൾ 1:8 ഗ്രേറ്റ് കമ്മീഷനുമായിട്ട് പറഞ്ഞ വാക്യങ്ങളാണ്. മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, നമ്മുടെ ഇവാഞ്ചലിസത്തിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിക്കണം, പിന്നെ ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഈ 2 കാര്യമേ ഉള്ളൂ? അതെ. പ്രാർത്ഥിക്കുന്നതിൽ ഒന്ന് നമുക്കൊരു പാഷൻ ഉണ്ടാകുവാൻ, ആദ്യമായിട്ട് എനിക്കൊരു ഹൃദയഭാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അവരുടെ പേര്, കഴിവ്, അതിനുള്ള സകല ഡീറ്റെയിൽസ് മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആൾക്കാർ പേര് വല്ലതും പറയുകയാണെങ്കിൽ അവരുടെ പ്രൈവസി സൂക്ഷിച്ചു നോക്കണം. നമ്മുടെ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഉള്ളതായ കാര്യങ്ങളൊക്കെ ഇല്ലാന്ന് ചർച്ച വന്നത് പറയരുത്. അവിടെ ഇന്നടത്ത് ജാക്കോച്ചന്റെ ഭവനത്തിൽ ഭയങ്കര പ്രശ്നമാണ്, അത് അവരുടെ പ്രൈവസി ഉള്ളതായ ഭാഗമാണ്. അതുപോലെ വളരെ അവരുടെ ഫാമിലി ഉള്ളതായ പ്രശ്നമാണെങ്കിൽ വളരെ സീക്രസിയും പ്രൈവസിയും അവർ കീപ്പ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള വിഷയം ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നാളെ ചോദിക്കാം. ഇനി ആർക്കും ഒരു സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇപ്പോൾ പിരിയുവാൻ പോവുകയാണ്. നാളെ വൈകിട്ട് ഇതുപോലെ തന്നെ കറക്റ്റ് 9 മണിക്ക് നമ്മുടെ ക്ലാസ് എടുക്കപ്പെടുന്നതാണ്. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് തിയോളജി എന്നുള്ള സബ്ജക്ട് എടുക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നത്തെ പോലെ ജോയിൻ ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡേവിസ്, സംശയം ചോദിച്ച ഡേവിസ് തന്നെ അവസാനമായി പ്രാർത്ഥിച്ചാട്ട് പാസ്റ്റർ ഷാജി കെ ഡാനിയൽ ആശീർവാദവും പറയുന്നതായിരിക്കും. ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് സുവിശേഷീകരണത്തെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം. ഇതിന് തക്കവണ്ണം കർത്താവെ, പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ കർത്താവ് തുറക്കുവാൻ, ഒരാത്മഭാരം കർത്താവ് കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവെ, പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവെ സുവിശേഷം അറിയിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റുകൾ ഞങ്ങൾ തയ്യാറാക്കി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ പകരേണ്ടതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവജനം പഠിപ്പിച്ച ജോർജ് വർഗീസ് സാറിനെ കർത്താവിന്റെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
തന്റെ പ്രവർത്തനങ്ങളെല്ലാം സ്വർഗം അവിടുന്ന് മാനിക്കുമാറാകണമെന്നുള്ള അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന സാറുമാർ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ലാൽ ജേക്കബ് സാറിനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിക്കണം, സഹായിക്കുമാറാകണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഇന്ന് എത്രയോ പേർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ അത്രയും പേർ ഇതിന്റെ അവസാനം വരെ നിലകൊള്ളുവാൻ തക്കവണ്ണം അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി സ്തോത്രം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു വന്ന് ദൈവദിനം പഠിപ്പിച്ച ദൈവദാസനും അറ്റൻഡ് എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ കൃത്യമായി സ്പർശിച്ചു. നമുക്ക് വീണ്ടും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുകൂടെയും പ്രത്യേകിച്ച് ഇന്ന് വചനം പഠിപ്പിച്ച ദൈവദാസനോടുകൂടെയും അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തേശു എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, അങ്ങ് വരണമേ. ഗോഡ് ബ്ലസ് യു. സീ യു ഓൾ ടുമോറോ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് എല്ലാവരെയും കാണാം. ഇപ്പോഴും പേരെഴുതാത്തവരുണ്ട്. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഡിവൈസിന്റെ പേരുകൾ മാറ്റി നിങ്ങളുടെ സ്വയം പേര് എഴുതുവാൻ നിങ്ങൾ ദയവായിട്ട് ശ്രമിക്കുക. അറിയാൻ മേലാത്തവരാരുടെ ചോദിച്ചാൽ മതി. നമുക്ക് പേര് പറയുന്നതിനൊക്കെ അനുഗ്രഹമായിരിക്കും. ദൈവം സൂം യൂസർ എന്നൊക്കെ ഉള്ളത് മാറ്റി സ്വന്തം പേരാക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.